അയ്യപ്പസ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ ശാസ്താംപാട്ടിൽ അരങ്ങേറ്റം കുറിച്ച് വനിതകൾ. 64കാരി ഉൾപ്പെടെ 7 വനിതകളാണ് അരങ്ങേറ്റം കുറിച്ചത്. ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. അന്തിക്കാട് സ്വദേശിയും വാദ്യകലാകാരനുമായ ആറ്റുപുറത്ത് അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് ഇവർ പരിശീലനം നേടിയത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള 7 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ഒരുമിച്ച് അരങ്ങേറ്റം നടത്തിയത്. ദിവസവും ഓരോ മണിക്കൂർ വീതം 3 മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് ഇവർ ഉടുക്കുകൊട്ടിപ്പാടാൻ പഠിച്ചത്. 10ഓളം സ്ത്രീകൾ നമ്മുടെ അടുത്ത് ശാസ്താംപാട്ട് പഠിക്കണം എന്ന് ആവശ്യപ്പെടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ആശ്രമത്തിൽ വന്ന് പഠിപ്പിക്കലും അങ്ങനെയായിട്ടൊരു 3 മാസത്തോളം നമ്മുടെയും ആ സ്ത്രീകളുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ട് 10-ാം തീയതി അരങ്ങേറ്റത്തിനുള്ളൊരു പാകത്തിലായി അവർ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. അയ്യപ്പസ്തുതികളും സുബ്രഹ്മണ്യസ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ ഇവർക്കിപ്പോൾ അനായാസം കഴിയും. കുമ്മിതാളത്തിലുള്ള പാട്ടുകളാണ് അരങ്ങേറ്റ വേദിയിൽ കൊട്ടിപ്പാടിയത്. ശോഭന, കാഞ്ചന, ബിന്ദു, മീര, സുധ, വിലാസിനി എന്നിവരിനി ശാസ്താംപാട്ട് വേദികളിൽ സാന്നിധ്യമാകാനാണ് ലക്ഷ്യമിടുന്നത്. പഠിച്ചു തുടങ്ങിയിട്ട് 2-3 മാസമായി. പക്ഷെ എല്ലാവർക്കും ഇതിൽ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ട്. പുഴ അഭേദാനന്ദാശ്രമം അമ്പലമാണ് ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ അമ്പലത്തിൽ ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും ഞങ്ങളുടെ പാട്ടും ഞങ്ങൾക്കിത് പാടി ഇവിടെ കൊട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി അരങ്ങേറ്റ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. TCV തൃശൂർ.